ഇവിടുത്തെ പ്രദേശവാസിയാണ്. അപ്പോൾ പ്രദേശവാസിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് പറയണം. ഞാൻ ഒരു 2 വർഷമായിട്ട് ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ മിനി ലോറി ഓടിക്കുക. ഞാനിവിടെ വന്ന് പരിചയപ്പെടുന്ന ആദ്യമായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുമ്പോഴും ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുമ്പോൾ പോലും സാറ് വളരെ ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ പ്രദേശമായ കൊല്ലം ജില്ലയിൽ എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അതിൻ്റെ മാസ്റ്റർ സൂപ്രണ്ടിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നന്മ നിറഞ്ഞൊരു മനസ്സിനെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. എന്ത് വ്യത്യസ്തമായുള്ള കാഴ്ചയാണല്ലേ. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊല്ലം ജില്ലയിൽ എന്ന സ്ഥലത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. എടുത്തു പറയേണ്ടത്, എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ വീടും ഈ റെയിൽവേ സ്റ്റേഷനുമായിട്ട്. അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിന് നന്ദി പറയേണ്ടത് ആർക്കാന്ന് ചോദിച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൂപ്രണ്ടിനോടാണ്. പുള്ളിക്കാരൻ ഈ മാസം റിട്ടയർഡ് ആവുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അദ്ദേഹം ചെയ്തതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. അതും നമ്മുടെ സ്വന്തം കലയായ വള്ളംകളി, വേലിത്തുമ്പി ദളവ, മോഹിനിയാട്ടം, പിന്നെ നമ്മുടെ ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പോയ ആ ഒരു ചിത്രം. നമ്മൾ എന്തിന് കൂടുതലേറെ പറയണം, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് കൂടുതലും ഇതിനകത്തുള്ളത്. ഞാൻ ജഗദീശനാണ്. ഇവിടെ കിളികളൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ സൂപ്രണ്ടാണ്. 36 വർഷം സർവീസ് പൂർത്തിയായിട്ട് ഈ ഏപ്രിൽ 30 കൂടി സർവീസിലൊന്ന് മേടിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയും നാൾ റെയിൽവേ എനിക്ക് ചെയ്തതിന് പ്രതികാരമായിട്ട് റെയിൽവേക്കും റെയിൽവേയുള്ള യാത്രക്കാർക്കും എന്തെങ്കിലും ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറ്റി ഒരു രമ്യമായിട്ട് ആക്കിയെടുക്കാൻ വേണ്ടി മനസ്സിൽ ചിന്തപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചത് മനോജാണ്. മനോജിന് ഇങ്ങനെ ഒരു കളിയുണ്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ മനോജിൻ്റെ കളിവ് നാട്ടുകാരെ അറിയണം. ഇവിടെ സ്റ്റേഷന് വൃത്തിയാകുമ്പോൾ മനോജെ കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ മനോജിൻ്റെ കൂടെ നിന്ന് സഹായിച്ചത് ഇവിടെ എൻ്റെ സഹപ്രവർത്തനായ രഞ്ജുവും സായിദ് ഖാനും ഉണ്ടായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും എല്ലാവരും രാവിലെയും പകലും നിന്ന് ഇതെല്ലാം പൂർത്തിയാക്കി എടുത്തതാണ്. ഇവിടെ ഉള്ള ഇപ്പോൾ വലിയ സ്റ്റേഷനാണെങ്കിൽ യാത്രക്കാർക്ക് സമയം പാസ്സാക്കാൻ വേണ്ടി അവർക്ക് പല സാഹചര്യങ്ങളും കാണും. CCTV ക്യാമറ കാണും പലരും. ഇവിടെ അവർക്ക് ഒന്നും കാണത്തില്ല. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ ഉള്ളതായി നശിപ്പിക്കുന്ന ആൾക്കാരെ അവിടെ വരുന്നത്. അതിനുവേണ്ടി സ്റ്റേഷന് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരഞ്ഞിട്ടാണ്. ഈ ചിത്രങ്ങൾ വെച്ച് അത് നമ്മുടെ കേരളയുടെ കൾച്ചറെ വെളിക്കൊണ്ടുവരാനുള്ള ചിത്രങ്ങളാണ് എല്ലാം. അതേപോലെ നമ്മുടെ ഫ്രീഡം ഫൈറ്ററുടെ ബന്ധപ്പെട്ടുള്ള ഈ ദണ്ഡി യാത്ര, ഇനിയും അതിൻ്റെ കൂടെ വേറെ 1-2 പടങ്ങൾ വരാറുണ്ട്. അതെല്ലാം ഞങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി സ്റ്റേഷൻ്റെ മുഖച്ഛായ തീർച്ചയായിട്ടും മാറ്റിയെടുക്കും. മനോജ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മനോജ് ഇതാണ്. ഇപ്പം മനോജിൻ്റെ അനുഭവങ്ങളെയും കാര്യങ്ങളും ഇപ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ ഇത് പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ആരും വന്ന് ഒരു അനാഥ രീതി കിടന്നൊരു സ്റ്റേഷനാണ്. അതിപ്പോൾ സാറിൻ്റെ ഒരു ഇത് എന്താ പറയുക, സാറിൻ്റെ ഒരു സഹായത്തിൽ ഇത്രയൊക്കെ ഒന്ന് മോടിയാക്കാൻ സാധിച്ചു. അതിന് സാർ എന്നെയാണ് അത് വരയ്ക്കാനായിട്ട് നിയോഗിച്ചത്. അതിനധികം സന്തോഷമുണ്ട്. എങ്ങനെയായാലും സാറിനെ ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിനെ സന്തോഷിപ്പിക്കാവുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സാർ ഇതെല്ലാം ഇതെല്ലാം സ്വന്തം ചെലവിൽ ചെയ്ത്. അതുകൊണ്ടുപരി അതിനോടൊപ്പം എനിക്കും ഒരു പബ്ലിസിറ്റി കിട്ടി. സാറ് ഈ ഏപ്രിൽ 30 ഇന്നല്ലേ ഏപ്രിൽ 30 സാറ് ഇവിടെ പറയുകയാണ്, ഈ സ്റ്റേഷൻ ജോലിയിൽ നിന്നും ഇവിടെ പറയുകയാണ്. നമുക്കത് വളരെയധികം സങ്കടമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇനി ഇപ്പോഴോട്ട് അങ്ങനെ സാറിൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം സങ്കടം. ഇവിടുത്തെ
പ്രദേശവാസിയാണ്. അപ്പോൾ പ്രദേശവാസിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് പറയണം. ഞാൻ ഒരു 2 വർഷമായിട്ട് ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ മിനി ലോറി ഓടിക്കുക. ഞാനിവിടെ വന്ന പരിചയപ്പെടുന്ന ആദ്യമായിട്ട് സാറിനെ വന്ന് പരിചയപ്പെടുമ്പോഴും ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുമ്പോൾ പോലും സാറ് വളരെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെയും സാറ് ഇവിടെ പറയുന്ന ഈ നിമിഷം വരെയും ഒരു വലിയ സഹായവും എന്ത് കാര്യത്തിലും ഒരു ഹെൽപ്പും, അതുപോലെ പാസഞ്ചേഴ്സിനായാലും ഈ സ്റ്റേഷൻ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ സാറ് കാണിച്ച താല്പര്യവും അതിന് ആർട്ടിസ്റ്റ് മനോജിനെ സഹായിച്ച രഞ്ജു അവർ വളരെ ആത്മാർത്ഥമായിട്ട് സാറിനോടൊപ്പം ആ ജോലി എന്നുള്ളതല്ല, അവരുടെ കഴിവും അവരുടെ ആ ദൈവം കൊടുത്ത ആ ഒരു കഴിവിനെ ജനങ്ങൾക്ക് വേണ്ടി, ഈ പ്രദേശവാസികൾക്ക് വേണ്ടി അത് വളരെ നല്ല രീതിയിൽ അത് വിനിയോഗിക്കുകയും ആ വിനിയോഗിക്കുന്നതിന് പ്രോത്സാഹനം കൊടുത്തത് ദൈവതുല്യനായി കാണേണ്ടുന്ന ഈ സാറ് ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. വളരെ വേദനയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെയും നല്ലൊരു മനുഷ്യത്വത്തിൻ്റെയും ഉടമയാണ് സാറിൻ്റെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഗതീശ്വരം കൊടുക്കട്ടെ എന്ന് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇത് തമിഴ് അല്ലല്ല ഭരതനാട്യം. ഇത് തമിഴില് ഭരതനാട്യം. അത് കേരള മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ. ഇത് കൃഷ്ണനാട്ടം. ഇത് പിന്നെ നമ്മളെ ദണ്ഡി യാത്രയെ കുറിച്ച് ഗാന്ധിയുടെ ഇത് ദണ്ഡി യാത്രയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. ഇത് വരയ്ക്കാനായിട്ട് ഏകദേശം ഒരു 4 ദിവസം എടുത്ത് വരയ്ക്കാൻ. ഇത് നമ്മുടെ കുണ്ട്രവിളംബരം വേദിത്തൊമ്മിലാണ്. വരയ്ക്കാൻ വലിയ ഒരു 3 ദിവസം എടുത്ത്. ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ വള്ളങ്ങളെ കുറിച്ചുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. 3 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ആയി. ഓക്കെ, കേരള വനിത മലയാളി മന്ത്രം. അതൊക്കെ എത്ര ദിവസം എടുത്ത്? ഇത് 1.5 ദിവസം. ഇത് നമ്മളെ പലയാള് പഴശ്ശിരാജ്. ഇതാ പത്രത്തിൽ വന്നല്ലേ? പഴശ്ശിരാജ്. ഇത് 2 ദിവസം. രവിവർമ്മ ചിത്രത്തിൻ്റെ ഹംസവും ദമയന്തിയും പറഞ്ഞ പെയിൻറ്റിങ് ഞാനിത് ഇനാമലിലൂടെ ചെയ്തിരിക്കുകയാണ് എൻ്റേതായ രീതിയിൽ. ഈ ചിത്രത്തെ വെച്ചുള്ള വാർത്തകൾ പറയുന്നത് ഈ മോഹിനിയാട്ടങ്ങളെ കുറിച്ചുള്ളത് പറയാം. കേരള കൾച്ചറിലെ കേരള മോഹിനിയാട്ടത്തിൻ്റെ കേരളത്തിൻ്റെ കലയായ കഥകളി. എത്ര ദിവസം എടുത്ത്? ചെയ്തപ്പോൾ 3 ദിവസം. 3 ദിവസം എടുത്തില്ലേ?